ഹായ്. അപ്പോൾ ഞാൻ കറ്റാണൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നേരെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആരും ഇല്ലൂടെ, പക്ഷേ എങ്കിലും ഞാനിവിടെ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറച്ചൊക്കെ എല്ലൊക്കെ തിന്ന് ഇട്ടൊക്കെ പോകും. ചേട്ടൻ വരുന്നതിന് മുമ്പേ അങ്ങ് പോകണം. അത് മാത്രമല്ല, ആറൂന് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയും അച്ഛനൊക്കെ തൊഴിലുറപ്പിന് പോയേക്കുവാണ്. പക്ഷെ ഞാൻ നേരത്തെ പോകും, അവർ വരുന്നതിന് മുമ്പേ പോകണമെന്നൊക്കെ വിചാരിച്ചു. എങ്കിലും ഞാനവിടെ ചോറൊക്കെ വിളമ്പി തിന്നിട്ടേ പോകത്തുള്ളായിരുന്നു. പക്ഷെ അമ്മ വന്നപ്പോഴത്തേക്ക് അമ്മ ചോറൊക്കെ എടുത്ത് തന്നു. അപ്പോൾ അച്ചാർ ഞാൻ കാണിച്ചു തന്നല്ല, വേറെ വീണ്ടും അച്ചാറുണ്ട്. അപ്പോൾ ഉണക്കമാങ്ങ അച്ചാറൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട്. അപ്പം അമ്മമാരുടെ അതിന് ചോറുണ്ടോയെന്ന്, ഞാൻ ദിവസം വെക്കുന്ന കറികളൊക്കെ തന്നെയാണ് ഇതും. എന്നിട്ട് അവിടെ നിന്ന് കഴിക്കുമ്പോൾ എന്തോ ഭയങ്കര പ്രത്യേകതയാണ് വീട്ടിലെ ചോറ് കഴിക്കുമ്പോൾ. അപ്പം അമ്മ എന്തൊക്കെയോ കഥകളൊക്കെ എന്നോട് പറയുന്നുണ്ട്, നീ എന്താ വിളിച്ച് പറയാൻ, ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കറി വെച്ചേനെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ചിക്കനും മീനൊന്നുമില്ല. അമ്മയുടെ ഇങ്ങനത്തെ തട്ടിക്കൂട്ടി കറികളാണ് എനിക്കിഷ്ടമായിട്ട്. അമ്മ മെഴുക്കുവരട്ടി വെക്കുന്നത്, അമ്മ സാമ്പാർ വെക്കുന്നത്, ഇതൊക്കെ എനിക്കിഷ്ടം. അമ്മ ചിക്കനും മീനും ഒന്നും തിന്നാനല്ല ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ച് പറയാഞ്ഞത്. രണ്ടുപേരും ഇങ്ങനെ പറയുന്നുണ്ട്, അതെടുത്ത് തരാമെന്നുള്ള, ചിക്കൻ എന്താ വിളിച്ച് പറയാഞ്ഞെന്നൊക്കെ. ഞാനങ്ങനെ പ്ലാൻ ചെയ്തൊന്നും പോയതല്ല. എനിക്ക് കറ്റാണ് ആ ഭാഗത്തോട്ട് പോകുമ്പോൾ എനിക്കപ്പോൾ വീട്ടിൽ പോകണം. അങ്ങനെ ഞാൻ കയറിയതാണ് കേട്ടോ. ശമ്പരം അടഞ്ഞൊക്കെ കയറി കട്ടിലേ ഇരുന്നാൽ ഞാൻ ചോറൊക്കെ തിന്നാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.